ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും പ്രിൻസി ഡ്രൈവിംഗ് സ്കൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഡ്രൈവിംഗ് ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടല്ല കേട്ടോ. നമ്മുടെ ഗ്രൗണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും. മിക്കവാറും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന എല്ലാവർക്കും നമ്മുടെ ഗ്രൗണ്ട് വളരെ പരിചിതമായിരിക്കും. ഏറെക്കുറെ ഈ ഒരു സൈഡൊക്കെ അത്യാവശ്യം നല്ല കാട് കയറി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഇതിലേക്ക് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എൻ്റെ അടുത്തുള്ളൊരു ചെറിയൊരു കൈത്തോടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി അത്യാവശ്യം നല്ല വെട്ടം വീണിട്ടുണ്ട്. വെട്ടം വീണപ്പോൾ നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിലുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ പ്രൈവസി കുറഞ്ഞതുപോലെ ഒരു ഫീൽ ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മളോട് ഒരു പച്ച നെറ്റ് അടിക്കാനായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ നേരെ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. നമ്മൾ ആ നെറ്റൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ണിച്ചേട്ടൻ അതിൻ്റെ അടുത്ത് ഉപ്പുണ്ട്. ഓക്കെ, നെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഒരു മീറ്റർ ഒരു 60 രൂപയ്ക്കുള്ള നെറ്റാണ്. ഏകദേശം ഒരു 13 മീറ്റർ ഉണ്ട്. പിന്നെ അതാ ഒരു 8 പട്ടികയിൽ കേട്ടോ, അതായത് നമ്മുടെ തടിയിലെ ആ ഒരു കഷ്ണം കേട്ടോ, ഇവിടെയൊക്കെ പട്ടിയിലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു 8 പീസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ആ മതിലിൽ അടിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ നമ്മൾ ആ ഒരു നെറ്റ് അടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. ഓക്കെ, അപ്പോൾ പട്ടികയിൽ നമുക്ക് അത്യാവശ്യം എനിക്ക് തോന്നുന്നു അവിടെ നമ്മുടെ ആ മതിലിനൊരു 3 അടി ഹൈറ്റ് വരും. അപ്പോൾ ആ ഒരു 3 അടി ഗ്യാപ്പിൽ ഇവിടെ നമ്മൾ ആദ്യം ഒരു ആണി അടിച്ച് വെക്കുകയാണ് കേട്ടോ. ഒരു 3 ആണി നമ്മൾ അടിച്ച് വെച്ചിട്ട് അവിടെ കൊണ്ടടി. കാരണം മതിലിന് അത്യാവശ്യം പഴക്കമുണ്ട്. അപ്പോൾ ഒരുപാട് ചിറ്റയിലുകൊണ്ടുള്ള ക്ഷതം അതിനെയൊക്കെയാണെങ്കിൽ ചിലപ്പോൾ അത് തകരാറിലാവും. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ മിക്കവാറും തകരാറിലാവും. ഭാഗ്യമുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ആണി അടിച്ച് ഒരു കുറച്ചൊന്ന് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയാണ് കേട്ടോ. അതിനെ ഇവിടെ മതിയല്ലോ, ഒന്നും കൂടെ വരും. ഓ ഓക്കെ, അയ്യോ തെറിച്ചേ. ഇല്ല കയറും. ഓ ഓക്കെ, ഇനി നമുക്കിതിനെ നമ്മുടെ ആ ഒരു മതിലിൽ കൊണ്ട് ഉറപ്പിക്കണം കേട്ടോ. നമ്മൾ മൊത്തം മറയ്ക്കുന്നില്ല, ഈ ഒരു പോസ്റ്റ് തൊട്ടുള്ള പോർഷനാണ് നമ്മൾ മറയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഓക്കെ ഇല്ല മതിയല്ലോ. എന്ത് ഗ്യാപ്പിൽ അത് കുഴപ്പമില്ല, നമുക്ക് മേളൊരാണി മേടിച്ചു കൊടുക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, ആ മതിൽ ചെറിയൊരു ആട്ടം ഉണ്ട് കേട്ടോ. ഓക്കെയാണ്. ഓക്കെ, ഒരെണ്ണം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നമ്മൾ ചുറ്റി അടിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ആണി കേട്ടോ. കോൺക്രീറ്റ് ആണിയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം നമ്മുടെ ഇരുമ്പാണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് വളഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് ആണിയാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. ഒരു 1/4 കിലോ ആണിയാണ് കേട്ടോ. ഒരു 1/4 കിലോ ആണി നമ്മൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, 250 ഗ്രാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിലടിക്കാം. ഇതിൽ സെയിം തന്നെ കേട്ടോ. ഒരു 3 ആണി വെച്ച് നമുക്ക് അടിച്ചങ്ങ് പോവാം. ഓക്കെ, ആ തെറിച്ചിട്ടുണ്ട് ഒരെണ്ണം. ഇത് 1 വർഷമെങ്കിലും ഇരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. പ്രത്യേകിച്ച് അഞ്ചേട്ടൻ്റെ ആഗ്രഹം. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ എത്ര കാലം ഇരിക്കും എന്നുള്ളത് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമുക്ക് അങ്ങ് അറ്റം വയ്ക്കാം ചേട്ടാ, എന്നിട്ട് നമുക്ക് അടുത്ത ഒരെണ്ണം നടുക്കടിക്കാം. 5 കൊടുക്കാം. മറ്റേ മഴ നനയുമ്പോൾ ചിലപ്പോൾ വെയിറ്റ് കയറൂലേ. നമുക്ക് അങ്ങ് അറ്റടിച്ചിട്ട് പിന്നെ നടുക്കടിച്ചിട്ട് അപ്പുറത്ത് വയ്ക്കാം. ആ ഇവിടെയൊക്കെ അത്യാവശ്യം വേസ്റ്റൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഓ, അപ്പോൾ നമ്മളെ പട്ടികയിലടി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിലവിലൊരു 6 എണ്ണേ അടിച്ചുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു ഇങ്ങനൊരു തിരിവ് നമുക്ക് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി അവിടുത്തെ കല്ലൊക്കെ മാറ്റിയാലേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നേരെ അടിക്കാൻ പോകുന്നത് നെറ്റാണ്. നെറ്റ് അടിക്കാൻ നമ്മൾ ആണി വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് നമ്മുടെ ഈ തടിയിലൊക്കെ അടിക്കില്ലേ സ്റ്റാപ്ലർ, ഈ സാറിന് ഈ ഫ്ലക്സൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറില്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റാപ്ലറാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഉപയോഗിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. പോവാം. അപ്പോൾ ഉണ്ണിച്ചേട്ടനും കൂടെ സഹായിച്ചിട്ടാണ് ഇത്ര അടിച്ചത് കേട്ടോ. ഇനി പുള്ളിയെ കൊണ്ട് തന്നെ നെറ്റും കൂടെ പിടിച്ച് വലിപ്പിക്കണം നമുക്ക് മൊത്തം. അപ്പോൾ നമുക്ക് നേരെ പോവാം. ഇതിപ്പോൾ 10 അടി വീതിയുണ്ട് കേട്ടോ. ഈ ഒരു നെറ്റിന് 10 അടി വീതിയുണ്ട്. നമ്മളിപ്പോൾ 2 മടക്കിട്ടാണ് അടിക്കാനായിട്ട് പോകുന്നത്. അതായത് ഒരു 5 അടിയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. മൊത്തം ഒന്നും കൊണ്ട് കേട്ടോ. അവിടെ നിന്ന് പിടിച്ച് അടിച്ചടിച്ച് പോകണ്ടേ, വെളി വെച്ചല്ലേ അടിക്കുന്നത്. അത് നീല അത്രയും താഴെ പോവും. നീല താഴെ പോവും. ഓക്കെ അല്ലേ.
അപ്പോൾ ഇവിടെ നിന്നേ ഒരു അരുവേ നമ്മൾ അടിച്ച് പോകാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരറ്റത്തുനിന്ന് തുടങ്ങിയാൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ പരിപാടി നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് താവോട്ട് കിടക്കുക ലൂസായിട്ട്. ഇതല്ലേ ചേട്ടാ? ഓക്കെ അല്ലേ? പൊടിക്ക് താത്തിട്ടാൽ മതി. ഒരു 2 ഇഞ്ച് വരെ നമുക്ക് താഴണം കേട്ടോ. കാരണം പട്ടിയിൽ ചെറിയൊരു ലെവലിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാത്തിലും ഒരു ഇങ്ങനെ നിർത്തിയാൽ ആ അതായാലും മതി. താത്തിട്ടാലും കുഴപ്പമില്ല, നിൽക്കും. ഇവിടെ എന്തായാലും കുറച്ച് പൊങ്ങിയേ നിൽക്കുള്ളൂ. ഇവിടെ എന്തായാലും ലൂസായിട്ട് കിടക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പുറത്തിട്ട് അടിക്കണം. അടിച്ചാൽ വെളിയിൽ നോക്കുമ്പോൾ പട്ടിയലിൻ്റെ ഒരു വൃത്തികേട് കാണും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് അടിക്കാനായിട്ട് ജസ്റ്റ് സ്റ്റാപ്ലർ വെച്ചാണ് അടിക്കുന്നത് കേട്ടോ. ഉണ്ണിച്ചേട്ടൻ നമുക്ക് മേളിൽ കയറി അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് തരുന്നുണ്ട്. ഓക്കെ, ഇതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അതുകൊണ്ട് അത്യാവശ്യം ചിലപ്പോൾ കമൻറ്റുകളൊക്കെ വരാം, ഇതിരിക്കില്ല കേട്ടോ. എന്തായാലും അധികകാലം ഇരിക്കില്ലെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ശരി, ആ താഴെ അവിടെ നിന്ന് പിടിക്കും, ഫോണിൽ പോയി. ഓക്കെ, ഇതിപ്പോൾ തീരും കേട്ടോ. സിമ്പിൾ പരിപാടിയാണ്, അറിയാവുന്നവർക്ക് ഈസി. ഇവിടെ മാത്രം താഴ്ഭാഗം മാത്രമേ ചെറിയൊരു ഇതുള്ളൂ. കാരണം ഓക്കെ, ഇനി സൈഡൊക്കെ നമുക്ക് വൃത്തിയാക്കാം. അതൊക്കെ നമുക്ക് മൊത്തം വലിച്ചിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അതൊക്കെ വൃത്തിയാക്കാം കേട്ടോ. ഇനി ഓരോന്നും ഈ പട്ടേലിൻ്റെ പുറത്തൂടെ നമുക്ക് എടുത്തുകൊണ്ട് പോകണം. അതാണ് ഉള്ളതിൽ ഇച്ചിരി ജോലിയുള്ളത്. ഇച്ചിരി ജോലിയല്ല, വലിയ കുഴപ്പമില്ല, നടക്കും. തറയിൽ നിന്ന് അടിക്കാൻ പറ്റും. ജീവൻ മരണ പോരാട്ടമാണ്. എങ്കിൽ ഇന്ന് നമ്മുടെ ചാനൽ ഫുൾ റീച്ച് വരും. അത് കുറച്ച് പിടിച്ചാൽ മതി. അതിന് ചേട്ടാ അവിടെ നിന്ന് അടിച്ചാലേ പറ്റുള്ളൂ. വരും, അത് ടൈറ്റ് ചെയ്യാം ചേട്ടാ. മേലെ അടി എന്തായാലും. ഇവിടെ അടിച്ചാലേ പറ്റുള്ളൂ. ഇനി എല്ലാം നമുക്ക് പുറം സൈഡിൽ നിന്ന് അടിച്ചു പോകണം കേട്ടോ. എങ്കിലേ അത് പിടിക്കാം ചേട്ടാ. മേലെ അടിച്ചോ, കുഴപ്പമില്ല. എന്തായാലും ചെറിയ ഇതൊക്കെ കാണും. അതൊരു അടിച്ചോ, കുഴപ്പമില്ല. ചെറിയ മുളച്ചിലേ ഉള്ളൂ, അത് വരും എന്തായാലും, സ്വാഭാവികമാണ്. അത് കൂടും, അത് സഹജം, അതിൻ്റെ കൂടെ പുറപ്പാണ്. വലിയ കുഴപ്പമില്ല, മതി. വലിയ കുഴപ്പമില്ലല്ലോ ചേട്ടാ. ഇത്തിരി കൂടുതലടിച്ചു. ഓക്കെ, ചെറിയ വളപ്പേ ഉള്ളൂ, ശരിയില്ല, വൃത്തിയുണ്ട്. ഓക്കെ, ഇനി അടുത്ത് ഇതിനെ വീണ്ടും എടുത്ത് നമുക്ക് അപ്പുറത്തെ പട്ടേലിൻ്റെ അപ്പുറത്ത് ഇടാം കേട്ടോ. പിന്നെ അടുത്ത് ഇത്ര അടിച്ചതിന് ശേഷം നമ്മൾ വരാമേ. അപ്പോൾ നമ്മുടെ പണി ഏറെക്കുറെ തീർന്നിട്ടുണ്ട്. പണി തീർന്നപ്പോൾ നമ്മുടെ ജിജോ ചേട്ടൻ കൂടെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു വയർ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് ചെറിയൊരു ഫാനൊക്കെ ഉണ്ട്. പൊടിയൊക്കെ അടിച്ചൊരു വല്ലാത്തൊരവസ്ഥയാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇനി അതിൻ്റെ കണക്ഷൻ്റെ വയർ കൂടെ നമ്മൾ അത്യാവശ്യം ഹൈറ്റിൽ കെട്ടുകയാണ് കേട്ടോ. അതിൻ്റെ ജോലിയിലാണ് നമ്മുടെ ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അവിടെ കുറച്ച് ജോലി കൂടെ ബാക്കിയുണ്ട്. അതിന് എന്തായാലും ഒരു 3-4 പേരും കൂടെ വേണം. കുറച്ച് കരിങ്കല്ലൊക്കെ കിടപ്പുണ്ട്, അപ്പോൾ എടുത്ത് അതിനൊക്കെ മാറ്റണം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ജോലികളൂടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ജോലികൾ എന്തായാലും അവസാനിപ്പിക്കുകയാണ്. ഇനി എല്ലാവരും വീട്ടിൽ പോകാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇട്ടെന്നേ ഉള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ ഗുഡ് ബൈ.